നാളായല്ലോ കണ്ടിട്ടല്ലേ? പക്ഷെ നമ്മള് നവാസിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോ, ഞാൻ കേരളീയുടെ പൂമുഖ പടിവാതിക്കൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ചുവപ്പ് ടീഷർട്ടും ഇട്ട് ദൂരെ നിന്ന് ഒരു ആളെ കണ്ടു. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല സത്യത്തില്. ഹെയർ സ്റ്റൈലിൽ ഒരു വലിയ വ്യത്യാസം വന്നിരിക്കുന്നു, മീശയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു, മുഖത്താണെങ്കിൽ ഒരു 18-ന്റെ തുടുപ്പ് കാണുന്നു, ശരീരം മൊത്തം ഒരു 10 കിലോ 15 കിലോ കുറഞ്ഞതിൻ്റെ ഒക്കെ ഒരു ലക്ഷണങ്ങൾ കാണുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം വളരെയായിട്ട് ചെറുതാവുകയും ഒരു നവാസിക്ക എന്ന് വിളിക്കാൻ തോന്നുന്നതിന് പകരം മോനെ നവാസെ എന്ന് വിളിക്കാൻ തോന്നുന്നു. അതിന് പ്രധാന കാരണം എൻ്റെ വൈഫ് തന്നെയാണ്, രഹന. അത് ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചില ഫംഗ്ഷൻസിന് പോകുമ്പോൾ, ഇപ്പോൾ ഒരു കല്യാണ പരിപാടിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പടമോ സീരിയൽസ് ഒന്നും കാണാത്ത ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. അവർ പറയുമ്പോൾ രഹനയ്ക്ക് പ്രപ്പോസൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ നിൽക്കുമ്പോൾ. മോളെ എവിടെ പഠിക്കുന്നത്? പഠിപ്പൊക്കെ കഴിഞ്ഞതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? കല്യാണമൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ ഞാനപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു മോളെ എന്ന് പറയും. മറ്റേ പരസ്യത്തിലെ പോലെ മൂത്ത മുളകൂടി വന്നിട്ട് സന്തൂർ വരും. അപ്പോൾ കുറെ ആയപ്പോൾ രഹന പറഞ്ഞു നവാസ്ക ഒന്ന് വണ്ണം കുറച്ചേക്ക് ഇട്ടാ. പുള്ളിക്കാരിയെ കൂടെ കാണാനൊരു ആഗ്രഹം. അല്ല അതിപ്പോ സിനിമയെ കണ്ടതല്ലേ, ഇല്ലില്ല, ഇപ്പൊ ആള് വണ്ണം കുറവ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഫീൽഡ് ഇപ്പൊ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വാരി വലിച്ച് തിന്നുന്ന ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം സൂക്ഷിക്കുന്ന കാര്യത്തില് ഭയങ്കര ശ്രദ്ധിക്കുന്ന. അപ്പൊ ഞാൻ ഭയങ്കര മടിയനായിരുന്നു, കുറെ കാലമൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ആളാണ്. അപ്പോൾ വൈഫ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്, അത് കുറേ അസുഖങ്ങൾ മാറി കിട്ടും. പിന്നെ നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കുറേയൊക്കെ അങ്ങനെ പോകുന്നതാണ് നല്ലത്. അതിന് കൂടുതൽ ഈ തമാശകളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വാസ്കൊന്ന് വണ്ണം കുറച്ചോട്ടെ, കാരണം എന്നായിട്ടൊന്ന് മാച്ച് ആവണമെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം ഒന്നും കൂടി കുറഞ്ഞതിൻ്റെ കാര്യം, ഞാനൊരു കുറേ ഗ്യാപ്പിന് ശേഷം ഒരു ഹീറോ വേഷം ചെയ്യുന്നുണ്ട്. അത് ക്രിസ്പി ചിക്കൻ എന്നാണ് പടത്തിന്റെ പേര്. മെജോ മാത്യു സംവിധാനം ചെയ്യുന്നു. മൊത്തം ചിക്കന്റെ കളിയായിരിക്കും. ചിക്കന്റെ നമ്മൾ ഇപ്പോഴത്തെ KFCയുടെ ഒരു അവരെ ഗ്രൂപ്പും. വെറുതെ അല്ല, ഞാൻ ഉച്ചയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴേ ഞാൻ ചിക്കൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ചിക്കൻ കൂട്ടി കഴിക്കാൻ ഓർത്തിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നവാസ്ക കുറെ ഉപദേശങ്ങൾ, നമ്മൾ നാടൻ കോഴി കഴിക്കുന്നതായിരിക്കും നല്ലത്, മറ്റേ കോഴി 40 ദിവസം ഇരുന്ന്. ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെ സമയം? ഭക്ഷണം കഴിക്കണോ അതോ കോഴിയുടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിയണം? പറഞ്ഞു വന്നപ്പോഴല്ലേ മനസ്സിലായ ക്രിസ്പി ചിക്കൻ എന്ന സിനിമയിൽ. ഇതും എൻ്റെ അടുത്ത് വൈഫ്, ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് വൈഫ് പറഞ്ഞു തന്നതാ. നവാസ്ക അത് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ നാടൻ, അപ്പോൾ ഇപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ കഴിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ നാടൻ ചിക്കൻ അന്വേഷിച്ച് പോയി വാങ്ങിച്ച് കഴിക്കാറുള്ളൂ. അത് മറ്റേ ഹോർമോണാണ്, അത് അടിച്ച് വെറുതെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില പീഡിപ്പിക്കലൊക്കെ ഉണ്ട് നമ്മളെ. അപ്പൊ അത് നമുക്ക് കിട്ടിയൊരു ഉപദേശം, നമ്മളിങ്ങനെ ആരെങ്കിലും കഴിക്കണ കാണുമ്പോൾ ഒന്ന് പറയാമെന്ന് പറയാം. ഭാര്യയുടെ വെറും പിന്തുണ നല്ല പറയേണ്ടതിന്. ഭർത്താവ് നന്നാവണം, അല്ലെങ്കിൽ ഭർത്താവ് ഇനിയും സുന്ദരനാവണം. ചിലർ വിചാരിക്കും ഭർത്താവ് കുറച്ച് തടിയൊക്കെ വെച്ചാൽ പിന്നെ അവരെ ആരും നോക്കുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കാലോ എന്ന് വിചാരിക്കുന്ന ഭൂരിപക്ഷം സ്ത്രീകളെ നമുക്കറിയാം. അങ്ങനെ ചിലർ അങ്ങനെയല്ല. അത് എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കുറെ മടികൾ മാറ്റിയത് എൻ്റെ ഭാര്യയാണ്. നവാസിക്ക് ഇപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പരിപാടി ആകുമ്പോൾ പാട്ട് നമ്മളിങ്ങനെ കുത്തിനിറച്ച് പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ പാട്ട് പാടാൻ അറിയാവുന്ന ഒരാളെ കിട്ടുമ്പോൾ എനിക്കങ്ങ് സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനെ പാടി ഇരിക്കണ്ട. അപ്പൊ നിങ്ങളങ്ങ് നവാസൊക്കെ വന്നോടുകൂടി തീരെ പാടാത്ത ആരോ വന്നിവിടെ, തീരെ പാടാത്ത ആൾക്കാർ വന്നാലും നമ്മൾ പാടിപ്പിക്കും എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒട്ടും ജനിച്ചിട്ട് പോലും പാടാത്ത ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തിരിച്ചു പോയപ്പോൾ വലിയ കലാകാരന്മാരായിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. അവരൊന്ന് കാണുമായിരുന്നു. അപ്പൊ നവാസ്ക്ക് ഈ അടുത്ത കോബ്ര എന്ന സിനിമയിൽ നമ്മുടെ അലക്സ് പോളിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു പാട്ട് പാടി. മമ്മൂക്കയുടെ ഒരു ചിത്രത്തില് ഒരു വരിയെങ്കിൽ ഒരു വരി. അല്ല, നമുക്ക് ഈ പാട്ടിന്റെ ബേസ് ഒന്നും അറിയാത്തതുകൊണ്ട് പൊതുവെ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പടത്തിൽ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ചെന്നിട്ട് സാർ ഒരു അവസരം കിട്ടുമെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അതിനുള്ളൊരു ബേസ് നമുക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒത്തുവരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു കീഴിൽ പാടുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പാട്ടുകളും അങ്ങനെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ലാലേട്ടൻ വിളിച്ച് സംസാരിക്കുന്നു, ഈ കോബ്രയെ കുറിച്ച് പറയുന്നു. നമ്മൾ ചെന്നു പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അവരുടെ വോയിസായിട്ട് കുറച്ച് സാമ്യം വേണം. ഇപ്പോൾ ലാലു അലക്സും മമ്മൂക്കെല്ലാം ലീഡ് ചെയ്തു. അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചാൻസ് ആയിരുന്നു അത്. അല്ല, ഇതിപ്പോ നവാസ്ക ആദ്യമായിട്ട് പാടുന്നു എന്നൊരു സംഭവമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ എത്രയോ ഷോസിന് പോകുമ്പോൾ സ്ഥിരം മിമിക്രി അവതരിപ്പിക്കാൻ വന്നെങ്കിലും നവാസ്ക കൂടുതലും പാട്ടിലൂടെയാണ് മിമിക്രി ചെയ്യുന്നത് അല്ലേ? അല്ല, അതിന് സിംഗേഴ്സിനെ അനുകരിച്ചിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ലീഡ് ചെയ്യുന്നൊരു ഷോ പോകുമ്പോൾ, ഇപ്പോഴും ഒരു മെഗാ ഷോ ആയിട്ട് പോകുമ്പോൾ ആളുകൾ അത് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പാടാം. അത് എന്തായാലും ഒരു ചേഞ്ച് ഉള്ള എന്തെങ്കിലും പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ പാടും. ഇപ്പോൾ ജാനകി അനുകരിച്ചുകൊണ്ട് പാടാറുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് വേണ്ടി രണ്ടുപേരെങ്കിലും പാടിത്തരണം. ഇപ്പോ സിനിമയിൽ പാടിയ
കോബ്ര എന്ന ചിത്രത്തിലെ ആ പാട്ടിന്റെ 2 ഓക്കെ ശരി. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിൽ അടന കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 ഇളങ്കിളി പൈതങ്ങളുണ്ട്. കിളിപ്പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. ആരാണെന്നേ ആരാണെന്നേ പറ പറ പപ്പ, ആരാണെന്നേ ആരാണെന്നേ പറ പറ. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 ഇളങ്കിളി പൈതങ്ങളുണ്ട്. കിളിപ്പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. കലക്കി നവാസ്ക. നിങ്ങളുടെയൊക്കെ പേര് ഒരിക്കലും ഇത് ചരിത്ര താളുകളിൽ എഴുതി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പേര് നാളെ റിമി ടോമി എന്നും വരും. അല്ല, ഇതിപ്പോ ഞാൻ റിമി ടോമിയെ പോലെ ലൈഫിൽ ഇനി ഒരു വേറെ അല്ലേ. അപ്പൊ ഞാൻ ഈ ചെയറിൽ ഇരിക്കുമ്പോ ഞാൻ വരുന്ന ഗസ്റ്റിനെ അങ്ങനെ അങ്ങ് പുകഴ്ത്തും ഞാൻ. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും ചേട്ടന്റെ വ്യക്തിപരമായ ജീവിതത്തിലോട്ട് ഒന്നും ഞാൻ ഇറങ്ങിപ്പോണില്ല. കാരണം നമ്മൾ ചോദിച്ചല്ലോ, രഹന ചേച്ചിയുണ്ട് വീട്ടില്, പിന്നെ 3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ലാസ്റ്റ് മോന് 5 മാസം. 5 മാസം. ശരി. റിതുവാൻ എന്നാണ് പേര്. മറ്റേ റിളുവാൻ എന്നാണ് അത് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ റിതുവാൻ. മറ്റേ 2 പേരുടെയോ? അതെ, മൂത്ത ആള് നെഹറിൻ മോള്, ബാക്കി 2 റിഹാനും റിതുവാനും നെഹറിനും. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ആലുവയില് പുഴയോരത്താണോ? പുഴയോരഴകുള്ള പെണ്ണുമായിട്ട് കുറച്ച് നടന്ന പുഴയോരാണ്. ഫുൾ സൈഡിൽ വീട് വെക്കുക. ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടുന്നാണ് നിങ്ങൾ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ നിന്നാണ് ചൂണ്ടി. എനിക്കറിയാം. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ഒരു വാട്ടർ അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ഡ്രീം. അങ്ങനെയൊക്കെ ചേട്ടനുണ്ടോ? അങ്ങനെയാണോ പണിതേക്കുന്നത്? എനിക്ക് ഡ്രീം ഉണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് 1-2 ഹോട്ടൽസിലൊക്കെ നമ്മളിങ്ങനെ ഇവിടെ എറണാകുളത്തൊക്കെ പോകുന്ന സമയത്ത് കായലോരത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് കൊതുക് വന്നു. ഒരു 6-7 മണി സമയത്താണ് പോയത്. ചെറിയൊരു സ്മെല്ലും ഉണ്ട്. കാണാൻ നല്ല രസാ കായലൊക്കെ. അപ്പൊ ഈ വാട്ടർ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞ വാട്ടർ ഫ്രണ്ടേജ് അതുപോലുള്ള വീടുകളിൽ ഞാൻ പോയപ്പോ ഒക്കെ അനുഭവിച്ച 2 കാര്യം ഇതാണ്. ചെറിയ മണം, അതിന്റെ കൂടെ കൊതുകും. ഡോറടയ്ക്കണം. പിന്നെ അപ്പൊ നമ്മൾ കാണുന്ന എങ്ങനെ കാണുന്ന പറഞ്ഞാലും നമുക്കൊരു രാവിലെ 10 മണിക്കൊക്കെ വെറുതെ കാണാം. പിന്നെ 5:30 ആകുമ്പോൾ ഡോറടയ്ക്കണം. ആ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങൾ മാത്രമാണ്. ഞാൻ 8 വർഷമായി പോയിട്ട് ജനിച്ചു വളർന്ന്, അതായത് ജനിച്ചു വളർന്ന് വടക്കാഞ്ചേരിയിലാണ്. ഞാൻ കലാഭവനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്ന് പിന്നെ വിവാഹത്തിന് ശേഷമാണ് ആലുവയിൽ വെക്കുന്നത്. എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ആലുവ, എറണാകുളം ഭാഗത്തുണ്ട്. ഉമ്മയുടെ വീട് എറണാകുളത്താണ്. കലാഭവൻ നവാസ്ക്കയുടെ ചേട്ടനാണ്. ഞാനാണ് കലാഭവൻ നവാസ്. അതെ, നവാസ്ക്കയുടെ ചേട്ടനാണ് കലാഭവൻ നിയാസ്. നിയാസൊക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമാണ്. എനിക്ക് എപ്പോ കണ്ടാലും പുഞ്ചിരി തോന്നുന്ന ഒരു മുഖവും അത്ര പാവം പിടിച്ചൊരു മനുഷ്യൻ. ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെ നിങ്ങൾ ആ കുടുംബത്തില് ഇല്ല കേട്ടാ നവാസിക അല്ല, അങ്ങനെ കുടുംബത്തിൽ വന്ന അഹങ്കാരിയായിട്ടുള്ള ഞാൻ അല്ല, ഒരിക്കലും അല്ല. നിയാസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും അല്ല. പിന്നെ നിസാമുണ്ട് അനിയൻ. പുള്ളി ഇപ്പോ എഡിറ്ററാണ്. നിയാസ് താമസിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെയാണ്. നിസാമും പിന്നെ ഉമ്മയും എല്ലാവരും ഇപ്പൊ ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, ഈ കലാഭവൻ അതില് എത്ര വർഷമുണ്ടായി? ഒത്തിരി ഇന്റർവ്യൂലൊക്കെ പറയുന്ന, എന്നാലും നമ്മൾ ജസ്റ്റ് ഈ പേരിനോട് സജീവമായിട്ടൊരു 6 വർഷം ഉണ്ടായിരുന്നു. പിന്നെ കലാഭവനിൽ വന്നതിന് ശേഷമാണ് കേരളം വിട്ടുള്ളൊരു സ്ഥലം ഞാൻ കാണുന്നത്. KS പ്രസാദ്, അദ്ദേഹത്തിനോടാണ് എൻ്റെ ഈ ഫീൽഡിൽ എൻ്റെ കടപ്പാട് എന്ന് പറഞ്ഞ KS പ്രസാദാണ്. എൻ്റെ ഒരു 1 man show എറണാകുളത്ത് കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ചെറിയൊരു പയ്യൻ, ഭയങ്കരമായിട്ട് അവശനായിട്ടിരിക്കുന്ന, പട്ടിണിക്കോലം തോന്നിക്കുന്ന, എത്യോപ്യ എന്നൊക്കെ വന്നൊരു പയ്യനെ പോലെ ദേഷ്യം പിടിച്ച മുടി കണ്ടിട്ട്, പൂച്ചയ്ക്ക് ദേഷ്യം പിടിച്ച പോലെയാണ് എൻ്റെ മുടി അന്ന്. അങ്ങനെ പറഞ്ഞ സിംഗ് എന്ന് പറഞ്ഞ ഗായകൻ എന്നെ കളിയാക്കാറുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കലാഭവൻ്റെ ഷോയ്ക്ക് എന്താ പ്രസാദ് ഇത്, ഈ പാലുകുടി മാറാത്ത കൊച്ചിനെ കൊണ്ടാണോ നീ കലാഭവൻ്റെ ഷോയ്ക്ക് വന്നിരിക്കുന്നത്? ഇല്ല അച്ഛൻ, ഞാൻ കണ്ടതാണ്, കുഴപ്പമില്ല, അവൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷോയ്ക്ക് പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ ദൈവം താഴെ വന്ന് അനുഗ്രഹിക്കുന്ന പോലെ ഷോ ഗംഭീര വിജയമാവുന്നു. പിറ്റേ ദിവസം ഞാൻ അന്ന് ഇതുപോലെ നമ്മള് തിരനോട്ടം പരിപാടിയൊക്കെ ഉണ്ട് ദൂരദർശനിലെ. എനിക്ക് ഓർമ്മയില്ല ഇപ്പം അതൊന്നും. അത് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഓരോ
പ്രോഗ്രാമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ചേഞ്ച് ചെയ്യും, ഓരോ ക്യാരക്ടേഴ്സ് വരും. പിന്നെ അവരുടെ പ്രോഗ്രാംസ് ആ ഒരാഴ്ചത്തെ പരിപാടി ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്റ്റാർസ്. പിന്നെ വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. 2-3 ശബ്ദങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു അത് അങ്ങനെയൊക്കെ ഒരു അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഓഡിയൻസ് ഭയങ്കരമായിട്ട് എടുത്തു ആ പ്രോഗ്രാം. അല്ല എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇന്ന് കോമഡി അല്ലെങ്കിൽ അതിന്റെ പരിപാടികളുടെ കുത്തൊഴുക്കുകളാണ്. പക്ഷെ നിങ്ങളൊരു 3-4 പേര്, അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വെറുതെ അല്ലേ, ഇപ്പൊ നവാസുക്ക, നസീർക്ക, ടിനി ടോം, ഇങ്ങനെ കുറച്ച് പേര്, നാദർഷിക്ക, ഇവരൊക്കെ നിങ്ങളുടെയൊക്കെ പേര് ഒരിക്കലും ഇത് ചരിത്ര താളുകളിൽ എഴുതി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പേര്. നാളെ റിമി ടോമി എന്നും വരും. അല്ല ഇതിപ്പോ ഞാൻ റിമി ടോമിയെ പോലെ ലൈഫിൽ അപ്പൊ ഞാൻ ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ വരുന്ന ഗസ്റ്റിനെ അങ്ങനെ അങ്ങ് പുകഴ്ത്തും ഞാൻ. ഒരു മിമിക്രി ആണല്ലോ എത്രയാണെങ്കിലും ചേട്ടൻ സ്റ്റേജ് ഷോസ് ഇപ്പോഴും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ കൂടുതൽ ഇപ്പൊ പറഞ്ഞല്ലോ ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ സത്യം പറഞ്ഞ ഫീമെയിൽ സിംഗേഴ്സിന് വരെ പേടി ഉണർത്തുന്ന രീതിയിലുള്ള പാട്ടുകൾ, സ്ത്രീകളെ പോലും അത്ഭുതപ്പെടുത്തി നവാസെ ഒന്നും കൂടെ പാടണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനം. ഇത് ഇങ്ങനെയൊക്കെ പറയാൻ ആരെ പറഞ്ഞു? അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ടല്ലേ, ഞാൻ എപ്പോഴും എനിക്ക് ചുണ്ടിൽ വരുന്നത് ആ ഗാനമാണ്. കാരണം എനിക്ക് ആദ്യമായിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് ടി.കെ. രാജകുമാർ അദ്ദേഹമാണ് എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് നവാസ് നമുക്ക് സ്റ്റേജിലൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇത് ഇവിടെ ദുബായിലാണ്, അൽനാസറിലൊക്കെ ഒരു കുഴപ്പമില്ല, അത് ഓക്കെ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഒരു ടൈപ്പ് ഒരു ഡയറക്ടറായിട്ടാണ്, പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ചെയ്തു. അന്ന് എടുത്തപ്പോൾ പിന്നെ ഭയങ്കര, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും നമുക്കത് പാടാനുള്ളൊരു സമ്മതം. അപ്പോൾ ആ ഒരു പഴയ ഗാനം പാടാം. സൂപ്പർ ചേട്ടാ, സൂപ്പർ. പക്ഷെ റിമി ടോമി ഒരു ഗായികയുടെ മുമ്പിലാണ് ഞാൻ പാടിയേക്കണ്ട, അതിന്റെ പക്ഷേ എന്താ വിരുന്നുകാരനൊക്കെ എന്താ പ്ലാനൊക്കെ പാടിയത്, അസലായി പാടിയതൊക്കെ. പ്ലാൻ എനിക്കറിയില്ലല്ലോ, ഇത് കുറെ വർഷം എനിക്കെന്തും പാടാം, പാട്ടറിയില്ലല്ലോ. അല്ല പക്ഷെ എന്നാലും തീരെ മോശമായിട്ട് പാടിയത് ആൾക്കാര് പ്രതികരിക്കും. പക്ഷെ ഇത് നന്നായി പാടുന്നോണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിലോട്ട് പറയുമ്പോൾ ഏതെങ്കിലും സ്റ്റാറിനെയൊക്കെ ചേട്ടന് ചെയ്യാൻ പറ്റും? ഇച്ചിരി രസകരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വൈദ്യസ് കൊലവെറി അത് സ്റ്റാർ പാടണ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? വൈദ്യസ് കൊലവെറി കൊലവെറി കൊലവെറിടി, വൈദ്യസ് കൊലവെറി കൊലവെറി കൊലവെറിടി, ഡിസ്റ്റൻസിലെ മൂന്ന് കളറ് വൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നൈറ്റ് കളറ് ബ്ലാക്ക്, വൈദ്യസ് കൊലവെറി കൊലവെറി കൊലവെറിടി. ഓ ആ വള
നവാസിക്കയായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്ന അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ കൈരളിക്കാർ അറിയുന്നുണ്ട് അടുത്ത പരിപാടിക്കുള്ള സമയം. നമുക്കാകെ മൊത്തം 20 മിനിറ്റ് ഉള്ളത് നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയുക, അവരോട് ഒത്തിരി സംസാരിച്ചെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്ക് സമയം അങ്ങ് തീർന്നു പോകുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്കും വല്ലാത്ത വിഷമമായെന്നറിയാം. പക്ഷെ നമ്മൾ ഒരുപാട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കലാകാരനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നാളെ ഇതേ സമയം 9 മണിക്ക് ഞങ്ങൾ നവാസിക്കയോടൊപ്പം തന്നെ ഞാൻ നവാസിക്ക വീണ്ടും നിങ്ങളുടെ മുൻപിലെത്തും. അതുവരേക്കും ഒരു കാര്യം ചെയ്യാം നവാസിക, കോമഡി പാട്ടുകൾ പാടി, ഇപ്പം സിനിമയിൽ പാടിയ പാട്ട് നവാസികയ്ക്ക് മിമിക്രി പോലെ തന്നെ അത്രയും പ്രിയപ്പെട്ടതാണ്. പാട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും മനസ്സിൽ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും ഒരു സിനിമാ പാട്ട്, മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അങ്ങനെ പലരും ചോദിക്കാറില്ല നവാസിക്കയോട്. പക്ഷെ നവാസിക്ക നല്ല നല്ല ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ആ രീതിയിൽ തന്നെ അത് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നവാസിക്കയുടെ മനസ്സിൽ എന്നും കേൾക്കുമ്പോൾ ഒത്തിരി തവണ കേൾക്കാനും ഒരുപാട് നല്ല ഗാനങ്ങൾ. അപ്പം ഞാൻ ഇത് ഇടയ്ക്ക് വീട്ടിൽ പാടുമ്പോഴും മുമ്പ് ഞാൻ പാടി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കുറച്ചിങ്ങനെ ട്രാക്ക് വെച്ചിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് എന്താണെന്ന് അറിയില്ല, വൈഫ് അതായത് രഹനയ്ക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ്, പക്ഷെ വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള. അതുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ എന്നെ കൊണ്ട് മിക്കപ്പോഴും ഇപ്പോഴും പാടിപ്പിക്കാറുള്ള പാട്ടാണ് ബോംബെ എന്ന ഫിലിമിലെ ഉയിരെ. അപ്പോൾ അതൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയണായിരുന്നു. നമുക്കൊന്ന് കേട്ടുകളെ അല്ലേ ലിജോ? Your team leader? Sure? Yeah, yes. ഇയാളൊരു ചിരി അങ്ങോട്ട് ചിരിച്ചിട്ടേ ഞാൻ മറ്റൊക്കെ മറന്നുപോയി പുള്ളി. കവാസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി അവൻ പോക്കി പുറത്താക്കിയിട്ടവൻ സ്റ്റാർട്ടാക്കി